ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും അതുപോലെ സച്ചിയുടെ മേഡോ ആയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. അപ്പോൾ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നീലിമയായിട്ട് നിന്നൊരു സെൽഫിയും കാര്യങ്ങളും എടുത്തു. നമ്മുടെ സച്ചി എന്നിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അവിടുന്ന് പോരുവാണ്. അപ്പോൾ എൻ്റെ ഭാര്യ കണ്ണട വെച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ മേഡത്തെ അയക്കാൻ കേട്ടോന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കണ്ണടയും നമ്മുടെ സച്ചിക്ക് അവർ കൊടുത്തു. അങ്ങനെ സച്ചി അവിടുന്ന് പോയി, നീലിമ അകത്തേക്കും കയറിപ്പോയി. ഈ സമയത്ത് വലിയ മുതലാളിയൊക്കെ ആയിട്ട് കൂട്ടൊക്കെ ഇട്ട് നമ്മുടെ സുധി അതിലിങ്ങനെ നടക്കുവാണ്. നൈറ്റ് വെയർ ഒക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സുധിയെ വന്ന് കണ്ട ശ്രുതി അന്തം വിട്ട് നോക്കുക. ഇതെന്താ ഇത് ശ്രുതി, എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ നീയും ഇതുപോലെ ഒരെണ്ണം വാങ്ങി ഇടണമെന്ന് ശ്രുതിയോട് പറയുമ്പോൾ ഞാനോ പോ ശ്രുതി അവിടുന്ന്. അല്ല, ഇപ്പോഴേ നമ്മൾ ആളാകെ മാറിയതുപോലെ തോന്നുന്നു അല്ലേ ശ്രുതി? അതെ അതെ എന്നും പറഞ്ഞ് ശ്രുതി ഭയങ്കര ഡയലോഗ്. എത്രയും പെട്ടെന്ന് ലോൺ പാസ്സാക്കിയെടുത്ത് കാശ് സംഘടിപ്പിച്ച് നമുക്കിത് എൻ്റെ പേരിൽ അങ്ങ് രജിസ്റ്റർ ചെയ്യാണെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞ് ശ്രുതി നിൽക്കുന്നു. തൊട്ടടുത്ത നിമിഷം അങ്ങോട്ടേക്കൊരു വണ്ടി കയറി വരുന്നു. ഈ സമയത്ത് ആരാ ഇങ്ങോട്ടേക്ക് വരുന്നത്? നമ്മളെ കാണാനോ അല്ലെങ്കിൽ ഡീൽ ഉറപ്പിക്കാനോ ആരെങ്കിലും ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വന്നേ, ശ്രീകാന്തേ, വർഷേ, ദേവതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ഒരു വണ്ടി ഭയങ്കര സ്പീഡിൽ കയറി വരുന്നു. എല്ലാവരും ഇറങ്ങി വന്നു. എന്താടാ, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അച്ഛാ, അതൊക്കെ ഞാൻ പറയാം, വെയിറ്റ് ആൻഡ് സീ. നമ്മുടെ കുടുംബത്തിൽ എൻ്റെ ശത്രുക്കളെല്ലാവരും എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ചോദിച്ചു. എല്ലാവരും വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ വണ്ടിയിൽ ആൾ വന്നു. അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ രേവതി സച്ചോട് ഇത് ആരാന്ന് ചോദിച്ചു. ആരാടത് ആരാന്ന് ചോദിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. അച്ഛാ, എൻ്റെ സബ് ഡീലർഷിപ്പിന് വേണ്ടി ഈ സുധി സാറിനെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാ ഇത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ അതെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ചേട്ടൻ ഇവരുടെ അടുത്തേക്ക് കയറി വന്നു. കാലുമേ കാലൊക്കെ കയറ്റി നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്കും വലിയ ആൾ കളിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ഇവരെവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ കാണിച്ചും കൊടുക്കുക. എങ്ങനെയുണ്ട്, വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മുൻപേ കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഞങ്ങളിതങ്ങ് വാങ്ങിയത് എന്ന് ശ്രുതി അദ്ദേഹത്തോട് പറയുക. അല്ല, നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തിന്? അല്ല, ഈ സബ് ഡീലർഷിപ്പിന് വേണ്ടി. അപ്പോൾ എന്ത് സബ് ഡീലർഷിപ്പ്? നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ സുധിയെ കാണാൻ വന്നൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെ അതെ, സുധിയെ ഇവിടുന്ന് പുറത്താക്കാൻ വന്നാന്ന് പറഞ്ഞു. സുധിയുടെ ചെങ്കിൽ നിന്ന ഒരാളല്ലേ, അപ്പോൾ പുറത്താക്കാനോ? എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുമോ? അല്ല, എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ? എടോ, ഇത് ഞാൻ വാങ്ങിച്ച വീടാണെന്ന് പറഞ്ഞു. എൻ്റെ വീടാ ഇത്. എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നോടാണ് ആവശ്യം പറയുന്നോ? നിങ്ങൾ ഈ വീട് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയേ? അത് പിന്നെ ഈ വീടിൻ്റെ ഓണറുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയതെന്ന് പറയുമ്പോൾ അല്ലാണ്ട് പിന്നെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനാ? ഇതെന്തൊരു ചോദ്യമാണെന്ന് ചോദിച്ച് ചന്ദ്രമതി അവിടെ നിന്ന് പരിഹസിച്ചിരിക്കുന്നു. ഏത് ഓണർ? എന്തായാലുടെ പേര് എന്ന് വന്ന ആളി ചോദിച്ചു. അപ്പം അല്ല, നിങ്ങളെന്തിനാ ഇതൊക്കെ അറിയുന്നതെന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുക. അപ്പം ഞാൻ പറയാം, ഓണറുടെ പേര് വിശ്വനാഥൻ എന്നാണ്, ദുബായിൽ വലിയൊരു ബിസിനസ്സുകാരനാണെന്നൊക്കെ ശ്രുതി പറയാം കേട്ടോ. എടോ, അവൻ ഈ വീടിൻ്റെ ഓണറല്ല, അവൻ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നവരാണെന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കും. അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കും കേട്ടോ. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ തലയിലും കൈവച്ചു. അയ്യോ എന്നും പറഞ്ഞ് എല്ലാവരും ഞെട്ടലോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. വാടകയ്ക്ക് താമസിച്ചവരോ? നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വെളിവില്ലേന്ന് ചോദിച്ചു ശ്രുതി വന്ന ആളോട്. വന്നപ്പോൾ മുതൽ എന്തൊക്കെ പിച്ചുമേ വിളിച്ച് പറയാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ചൂടാകുകയാണ്. അപ്പോൾ ശ്രുതി, നീ പെട്ടെന്ന് ആ വിശ്വനാഥൻ സാറിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പെണ്ണല്ലാണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കണു. ഫോണൊക്കെ സ്വിച്ച് ഓഫാ, പണി പാളിയെന്ന് മനസ്സിലായി. അയ്യോ, അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് ശ്രുതി പറയുമ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവൻ എടുക്കത്തില്ല, കാരണം ഈ വീടിൻ്റെ ഓണർ അവനല്ല, ഞാനാണെന്ന് ഇദ്ദേഹം ഇവരോട് പറയണു. എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നോക്കുക കേട്ടോ. സത്യമായിട്ട് നിങ്ങൾ തന്നെയാണ് ഈ വീടിൻ്റെ ഓണർ. അപ്പോൾ ഈ വീട് വിറ്റ ആളോ? അവൻ ഇവിടെ വാടകയ്ക്ക് താമസിച്ചതാണെന്ന് അദ്ദേഹം പറയാം. നിങ്ങളിവിടെ കുറച്ചു പേരെ താമസിക്കുന്നു എന്ന് അറിഞ്ഞു വന്നതാണ് ഞാൻ. ആ വിശ്വനാഥൻ നിങ്ങളെ പറ്റിച്ചതാണെന്ന കാര്യം അദ്ദേഹം പറയുകയാണ്. അയ്യോ, എൻ്റെ പൈസ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി രംഗത്തടിയും നിലവിളിയും. ഈശ്വരാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും. എൻ്റെ പൊന്ന് ദൈവമേ, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? അപ്പോൾ മൈ ഗോഡ്, അപ്പോൾ ശ്രുതിയേട്ടന് ഏതെങ്കിലും ചീറ്റിയായിരുന്നല്ലേ എന്ന് വർഷ ചോദിച്ചു. അപ്പോഴത്തേക്കും കൈയും കാലം വരച്ചിട്ട് മിണ്ടാട്ടം പോലും ഇല്ല ശ്രുതിക്കും. അദ്ദേഹം ചതിച്ചതാണോ എന്ന് ശ്രീകാന്തും. ശ്രുതിയേട്ട, അയാളെപ്പറ്റി എന്താ അന്വേഷിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു. ആര് എന്താണെന്നൊക്കെ അന്വേഷിക്കാതെ പൈസ എണ്ണി കൊടുത്തു. ബുദ്ധിയിലിടോ എനിക്ക് നിൽക്കും. എൻ്റെ പൊന്നും സാറേ അങ്ങനെയൊന്നും പറയില്ല, ഞാൻ അറിയാതെ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ എല്ലാവരും കൂടെ നോക്കി നിൽക്കുന്നത്? സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ നട്ടപ്പാതിരാക്കി വന്ന് ഇവരെ ഇറക്കി വിടുവാണ് ആ സാറ്. അപ്പോൾ എന്താടാ സച്ചി നമ്മളിപ്പോൾ ചെയ്യാമെന്ന് അച്ഛൻ ചോദിക്കുക. അപ്പോൾ സാർ, എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് നിന്നവൻ ഇത് സ്വന്തം വീടാണെന്നും പറഞ്ഞ് വിൽക്കാൻ നോക്കിയതാ. എന്നിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി കടന്നു കളഞ്ഞു അല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ, താൻ പറഞ്ഞത് ശരിയാണെന്നും എത്ര അഡ്വാൻസ് വാങ്ങിച്ചെന്നൊന്നും എനിക്കറിയില്ല, അവൻ കടന്നു കളഞ്ഞു എന്നുള്ളത് എനിക്കറിയാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ
ഷോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തലയും ചൊറിഞ്ഞ് ഇങ്ങനെ നിൽക്കും. അതിനിപ്പോൾ എന്ത് ചെയ്യും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ ശ്രുതി നമ്മൾ ചതിക്കപ്പെട്ടു അയ്യോ എന്നും പറഞ്ഞിട്ട് ശ്രുതി ദേ കിടന്ന് കുഴഞ്ഞ് പറഞ്ഞ് നിലത്ത്. അപ്പോൾ ഏട്ടത്തി ശ്രുതി ഏട്ടത്തി മോളെ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും അതിങ്ങനെ ആ ഒരു എല്ലാവരും ഇങ്ങനെ കൂടെ നിന്ന് വിളിക്കുക. ബോധം കെട്ടവിടെ കിടക്കുകയാണ് ശ്രുതി. അപ്പോൾ അവൻ പറഞ്ഞ കറക്റ്റ് സാർ, അവൻ പൈസ കൊടുത്താൽ പൈസ വാങ്ങിക്കാനൊന്ന് സഹായിക്കണം സാറെന്ന് ശ്രുതിയെ പറ്റി സച്ചി ഇങ്ങനെ വന്ന സാറിനോട് പറയുന്നേ. ശ്രുതിക്ക് വെള്ളമൊക്കെ തെളിച്ചു, പതുക്കെ ബോധമൊക്കെ തെളിഞ്ഞു. അയ്യോ ശ്രുതി നമ്മൾ ചതിക്കപ്പെട്ട ശ്രുതി എന്നും പറഞ്ഞു ഭയങ്കര കരച്ചിൽ. ചന്ദ്ര നെഞ്ചത്തടിച്ച് കരച്ചിലോ കരച്ചിൽ. എൻ്റെ ദൈവമേ ഞാനിതെങ്ങനെ സഹിക്കുവേന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. നമ്മളിനി എന്ത് ചെയ്യും എന്നും ചോദിച്ചുകൊണ്ടാ കരയുന്നേ. ശ്രുതിയും തകർന്നു നിൽക്കുന്നു. അപ്പം നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്കാനാ ചേട്ടൻ പറഞ്ഞത് ആദ്യം അനുസരിക്കാനും പറഞ്ഞു. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഞാൻ നോക്കിയതാ, എല്ലാം കറക്റ്റായിരുന്നു. അയ്യോ ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്നത് ഇന്നൊരു വിഷയമേ അല്ല, അവനൊരു ഫ്രോഡാ, നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. താൻ പഠിച്ചിട്ടില്ലടോ. കൂടുതൽ സംസാരിക്കാതെ എല്ലാവരും ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു. സാർ അതെങ്ങനെ ഇറങ്ങും സാർ? 30 ലക്ഷം രൂപ ഞാൻ എണ്ണി കൊടുത്തത്. അപ്പോൾ താൻ എന്നോട് ചോദിച്ചിട്ടാണോടോ കൊടുത്തത്? പെട്ടെന്ന് പോകാൻ നോക്കിയാടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറയുക കേട്ടോ ഇവരോട്. അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും ഇങ്ങനെ നിൽക്കുന്നു. രേവതിയൊക്കെ ആ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കാശ് കൊടുത്തതല്ലേ സാർ, അവന് പെട്ടെന്ന് പോകാൻ പറ്റുമോ സാർ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുക. സുധിയേട്ടൻ്റെ കാശിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകാതെ എങ്ങനെ പോകും സാറെന്ന് ശ്രീകാന്തൻ ചോദിച്ചു. 1ഉം 2ഉം അല്ല 30 ലക്ഷം രൂപയാണ് പോയതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭയങ്കര കരച്ചില്ല. എൻ്റെ മോൻ ഒരു വലിയ വീട് വാങ്ങിച്ച സന്തോഷത്തിലായിരുന്നു ഞാൻ. നിങ്ങൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറയാം. ദേ എനിക്ക് ഇങ്ങനെയല്ലേ നിങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ എന്ന് വന്ന ചേട്ടൻ ചോദിച്ചു. അപ്പം സാറേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക സുധി. നിങ്ങളുടെ മകനെ ഒരു മരമണ്ടൻ തന്നെയാണ്, മരമണ്ടൻ. എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ശ്രുതിക്ക് മിണ്ടാട്ടോ ഇല്ല. നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി, ഇനി എനിക്കൊന്നും പറയാനില്ല, പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി അച്ഛാ നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിലെ കംപ്ലയിൻറ്റ് കൊടുക്കാം. വേണ്ട അവർ കേട്ടേന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെന്നും ഇവിടുന്ന് ഇറങ്ങില്ല എന്നും എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നതെന്നും അവരിപ്പോൾ വരുമെന്ന കാര്യവും പറയാം. അയ്യോ പോലീസോ? അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ ശ്രുതി. അയ്യോ സാർ അത് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കുമ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് വന്നു. പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം പോലീസ് വന്നപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. പോലീസ് ഇറങ്ങി വന്നു. ഇവരെല്ലാവരും ഇങ്ങനെ നിൽപ്പുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് ശ്രുതി ഓടിച്ചെന്ന് സാറേ ഞാൻ ശ്രുതി സാറേ. അപ്പം ഇതേ സാർ ഇവരാണ് എൻ്റെ വീട്ടിൽ ഇല്ലീഗലായിട്ട് താമസിക്കുന്നത്, ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇവർ ഇറങ്ങുന്നില്ല എന്ന് വീടിൻ്റെ യഥാർത്ഥ ഓണർ പറയുകയാണ് പോലീസിനോട്. അപ്പോൾ നിങ്ങളൊക്കെ ആരാ, നിങ്ങളെന്താ ഇവിടെ നിന്ന് താമസിക്കുന്നതെന്ന് ചോദിച്ചു SI. സാർ ഞാൻ ഈ വീട് വാങ്ങാൻ വേണ്ടി വിശ്വനാഥൻ എന്ന് പറയുന്ന ആൾക്ക് 30 ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയിരുന്നെന്നും ഈ വീട് അദ്ദേഹത്തിൻ്റെ വീടാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നതെന്നൊക്കെ കാര്യം പറയുക ശ്രുതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എല്ലാം താമസിച്ചത്. അപ്പോൾ വിശ്വനാഥൻ ഒരു ക്രിമിനലാണെന്നും കുറേ കുടുംബത്തെ അവൻ ഇതുപോലെ ചതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും പറയാം. അയ്യോ സാറേ ഞാനൊരു പാവാ സാറേ എന്ന് ശ്രുതി. അയ്യോ അമ്മേന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നിന്ന് ഭയങ്കര കരച്ചിൽ. ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിട്ട് ആ വീട് സ്വന്തം വീടാണെന്ന് അവൻ പറയും. ഫുൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആ പാർട്ടിയിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ച് അവൻ മുങ്ങുകയും ചെയ്യും. അതാണ് അവൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കുറേ പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു പ്രതിയാണ് അവനെന്നും പറഞ്ഞു. അയ്യോ എൻ്റെ ഈശ്വരാന്നും പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര കരച്ചില്ല. ശ്രുതിക്ക് മിണ്ടാട്ടം ഇല്ല. എന്താടാ ഈ കാണിച്ചേ, കാശ് കൊടുക്കുന്നതിന് മുന്നേ അവനെപ്പറ്റി അന്വേഷിക്കണ്ടേ എന്ന് സച്ചി ശ്രുതിയോട് ചോദിക്കുക. അവനിവിടെ നിന്ന് വാടകക്കാരെ കയറിപ്പോയപ്പോൾ ഞാൻ സംശയം ചോദിച്ചതാ. അപ്പോൾ എന്നെ വിട്ടിരുന്നെങ്കിൽ ഞാൻ അവനെ പിടിക്കില്ലായിരുന്നു എന്നും സച്ചി ചോദിച്ചു. സുധിയേട്ടൻ ഇതൊക്കെ ശ്രദ്ധിച്ചുകൂടായിരുന്നു എന്ന് ശ്രീകാന്തൻ ചോദിച്ചു. സാർ ഞാൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം നന്നായിട്ട് തന്നെ നോക്കിയത് സാറേ എന്നായി സുധി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു അതിൻ്റെ ഓണർ. സാർ ഇവരോടൊന്ന് ഇറങ്ങാൻ പറയും സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞപ്പം എല്ലാവരും ഇറങ്ങണം, പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ പോലീസ് ഇടപെട്ടു. നിങ്ങളിപ്പോൾ ഇറങ്ങിയേ പറ്റൂ, നിങ്ങൾ വന്ന് ആദ്യം ഒരു കംപ്ലയിൻറ്റ് എഴുതി തന്നിട്ടെന്ന് പറഞ്ഞു. അവനെക്കുറിച്ച് വിവരം കിട്ടി ഞങ്ങൾ അറിയിക്കാമെന്നും പറഞ്ഞു. അപ്പം നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവരെ ആ പാതിരാത്രിക്ക് ആ വീട്ടിൽ നിന്ന് പോലീസ് ഇറക്കി വിടുവാണ്. അപ്പോൾ ആ വിശ്വനാഥൻ അപ്പം തന്നെ മുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വിശ്വനാഥൻ്റെ പരിചയക്കാരനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെയല്ലേ സാർ ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓണർ അവിടെ നിന്ന് SI ആയിട്ട് സംസാരിക്കാം. താൻ ഇരുന്ന കസേരയും ഇതെല്ലാം ഇങ്ങനെ കൊതിയോടുകൂടി നോക്കി നമ്മുടെ ശ്രുതി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. തൻ്റെ സൂട്ടും കോട്ടും ഒക്കെ ഊരി അവിടെ അങ്ങോട്ട് ഇട്ടു. അങ്ങനെ അവരവിടെ നിന്ന് പോയി സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുക. സച്ചി ആണെങ്കിലോ ഒന്നെങ്കിൽ ഇവൻ നമ്മുടെ കയ്യിലെ പണം എടുത്തുകൊണ്ട് ഓടും, അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിലെ പണം എടുത്ത് വേറെ ആരെങ്കിലും ഓടും. ഇവനെ കൊണ്ട് ഒരിക്കലും ഒരു സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിയായിരുന്നു പറയാം. ഇത്രയും കാലമായിട്ട് ഇവനെ കൊണ്ട് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ശ്രുതി അഹങ്കരിച്ചതിന് ഇപ്പം മിണ്ടാട്ടം പോലും ഇല്ല. മിണ്ടാതിരിക്കാം. ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ലടാ, നഷ്ടപ്പെട്ട പോയ കാശ് എങ്ങനെ തിരിച്ചു വാങ്ങാൻ നോക്ക്, അതിനുള്ള വഴി ആലോചിക്കും എന്നൊക്കെ പറഞ്ഞ സച്ചി. അപ്പം ഇത് എൻ്റെ വിഷയം, ഇതിൽ മറ്റാരും കയറി ഇടപെടണ്ടെന്ന് ശ്രുതി പറയുമ്പം എന്താണെന്ന് നീ പറഞ്ഞാൽ നിൻ്റെ വിഷയമാണെന്നോ?
കുടുംബത്തിലുള്ളവരെ കൊണ്ടുപോയി അപമാനിച്ചില്ലേടാ നീ, പോലീസ് ഒന്ന് എല്ലാവരും ഇറക്കി വിട്ടില്ലേടാ എന്നൊക്കെ ചോദിച്ചാൽ അച്ഛൻ ദേഷ്യപ്പെടുക. അവൻ്റെ സ്വന്തം വിഷയത്തിന് അവനെ അടിക്കാനായിട്ടേ അച്ഛൻ കൈ ഓങ്ങിയപ്പോഴത്തേക്ക് അങ്കിൾ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരു വിളി. ആ അടിക്കാൻ ഓങ്ങിയ കൈ അങ്ങനെ തന്നെ നിൽക്കുവാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ അച്ഛനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അടിക്കാൻ ഓങ്ങിയ കൈ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ചുരുട്ടി താഴേക്ക് അങ്ങ് ഇട്ടു. അവനാണെങ്കിൽ ഇങ്ങനെ എന്നും പറഞ്ഞ് നിൽക്കുക. എടുത്തെടുത്ത് ചോദിച്ചില്ലേടാ നിന്നോട് ഇപ്പോൾ വീട് വാങ്ങിക്കണോ, അതിൻ്റെ ആവശ്യമുണ്ടോ, ഒന്നുകൂടി ആലോചിക്കുക, എന്നിട്ട് നീ കേട്ടോടാ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെടുക. ചന്ദ്രമതി ചങ്കത്ത് കൈയും വെച്ച് ഇങ്ങനെ നിൽക്കുവാണ്. എന്തായിരുന്നു നിന്റെ ഭാര്യയുടെ അമ്മയുടെ നകളിപ്പ്? 3 കോടിയുടെ വീട് വാങ്ങിക്കാനുള്ള ശേഷിയുണ്ടോ ഇവനെന്ന് ഞാൻ ചോദിച്ചതല്ലായിരുന്നോ? കണ്ടവൻ്റെ കയ്യിലെ കാശും ബാങ്കും അതും കണ്ട് നീ അഹങ്കരിച്ചല്ലേടാ നീ? മനുഷ്യൻ ആഗ്രഹിക്കാം, പക്ഷെ അത്യാഗ്രഹം പാടില്ല എന്ന് പറഞ്ഞു. വിവരമില്ലാത്തവനെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് സംസാരിക്കുക ദേഷ്യത്തോടെ. ശ്രുതിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, തലയും കുനിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അവന് 7 ഡിഗ്രി ഉണ്ട് അത്രേ. വിവരം ബുദ്ധിയും നിന്റെ 7 അയലത്തോടെ പോട്ടുണ്ടോടാ? 1 2 അല്ല 30 ലക്ഷം രൂപയാണ് നീ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞത്. അറിയാവോടാ നിനക്കൊന്നും ചോദിച്ച് ദേഷ്യപ്പെടുക അച്ഛനെ. എന്നിട്ടെല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന്. ആ അഹങ്കാരത്തിന് അവന് ഒരു കുറവില്ല. നീ എന്ത് പോത്താണോടാ മണ്ട. അപ്പം നിങ്ങൾ എന്തിനാ അവനിങ്ങനെ വഴക്ക് പറയുന്നു എന്ന് ചന്ദ്ര ചോദിക്കാം. നിങ്ങളാണോ അവന് 30 ലക്ഷം രൂപ കൊടുത്തത്? ഇങ്ങനെ ഒച്ച വയ്ക്കണ്ട. അന്നേരം എന്തേ ചന്ദ്രൻ മിണ്ടരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് ചെന്നില്ലേ. അവനെല്ലാം നല്ല രീതി തന്നെയാണ് ചെയ്തത്. ഏതോ ഫ്രോഡ് അവനെ ചതിച്ചതാണെന്നും അതിന് ഇവൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അത് അച്ഛൻ കാശ് കൊടുത്തില്ലെന്നൊരു അച്ഛന് വഴക്ക് പറയാൻ പാടില്ലേ എന്ന് സച്ചി ചോദിച്ചു. അവൻ അച്ഛൻ്റെ കാശ് എടുത്തോണ്ട് ഓടിപ്പോയില്ലേ, അതിനാ വഴക്ക് പറയട്ടെ. അതുവരെ അവൻ തിരിച്ചു കൊടുത്തോ? ഇപ്പം അതാണോടെ ഇവിടെ പ്രശ്നമെന്ന് ചന്ദ്ര ചോദിച്ചു സച്ചിയോട്. പ്രശ്നം അതല്ല, നിങ്ങളാണിപ്പോൾ ഇവിടെ പ്രശ്നമെന്ന് സച്ചി അന്നേരം പറഞ്ഞു ചന്ദ്രയോട്. ഞാനോ എന്ന് ചോദിച്ച് ചന്ദ്ര ഇരിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണെന്നും അവൻ തെറ്റ് ചെയ്താലും നിങ്ങളവനെ വിട്ടുകൊടുക്കില്ല, നിങ്ങളവനെ വഷളാക്കി കളഞ്ഞതെന്ന കാര്യവും പറയാം. നിങ്ങൾ കാരണം അവനിങ്ങനെ ആയതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ചന്ദ്രയുടെ നേരെ അങ്ങ് ചെന്നില്ലേ. ചന്ദ്ര കണ്ണും വീഴ്ച വായും തുറന്നിങ്ങനെ ഇരിക്കുക സച്ചിയെ നോക്കി. ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇനി അവൻ പറ്റിക്കപ്പെടും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ അവൻ്റെ കൈ പിടിക്കുന്നിടത്തോളം കാലം അവനിങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു സച്ചി. വായടക്കടാ എന്ന് ചന്ദ്ര പറയുമ്പം നിങ്ങൾ ആദ്യം വായടക്കണ്ടേ എന്ന് സച്ചി ചന്ദ്രയോട് പറഞ്ഞു. അപ്പോൾ ചന്ദ്ര നീ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു അച്ഛൻ. ഇവൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്നും അച്ഛൻ ചന്ദ്രയോട് ചോദിക്കാം. അന്നേരവും ചന്ദ്രയ്ക്ക് മിണ്ടാട്ടമില്ല. ഇത്ര നേരം തുള്ളിക്കൊണ്ടിരുന്നതാണേ. അച്ഛൻ ചോദിച്ചപ്പോൾ ചന്ദ്രയുടെ വായടഞ്ഞു. അവനെ പെറ്റിട്ട നാൾ മുതൽ പറയാൻ തുടങ്ങിയത് അവൻ വലിയ ആളാവും, കോടീശ്വരനാകും, എവറസ്റ്റോളം വളരും എന്നൊക്കെ. അത് കേട്ടാ അവൻ വളർന്നേ. വലിയ ആളാകുമെന്ന് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അധ്വാനിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, അപ്പോഴേ പതിയെ വളരൂ. ഇത് എക്സ്പ്രസ് ട്രെയിൻ പോലെ കുതിച്ച് മുന്നിലെത്തണമെന്ന് വെച്ചാൽ അപ്പോൾ ഇതുപോലെ പാളം തെറ്റി കീഴ്മേലെ മറിഞ്ഞു കിടക്കുമെന്ന് സച്ചി അന്നേരം പറഞ്ഞു. അങ്ങനെ അച്ഛനും മോനും കൂടെ തള്ളയും മോനെ അവിടെ ഇട്ട് കത്തിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തം വിട്ട് കൊന്തം വിഴുങ്ങി ഇങ്ങനെ ഇരിക്കുക. സുധിയേട്ടാ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നില്ലേ? ആ ഫ്രോഡ് തന്ന ഡോക്യുമെൻറ്റ്സ് അവിടെ കാണിച്ച് ചെക്ക് ചെയ്തായിരുന്നു എന്ന് ശ്രീകാന്ത് ചോദിച്ചു. അപ്പോൾ ചെക്ക് ചെയ്യാമായിരുന്നു. ചെക്ക് ചെയ്യാനല്ലേ നിങ്ങൾ അവിടെ പോയത്, പിന്നെ എന്തിനാ പോയേ എന്ന് വർഷ ചോദിച്ചു. അത് രജിസ്ട്രേഷൻ നടത്താൻ എത്ര കാശ് വേണ്ടി വരുമെന്ന് അറിയാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. അതിന് അവിടെ പോകേണ്ട കാര്യം എന്താണെന്ന് വർഷ അന്നേരം സുധിയോട് ചോദിക്കുക. കഷ്ടം തന്നെ ഏട്ടാ, കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഡിഗ്രി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, വിവരം ഉണ്ടാവണമെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു സച്ചി. മതിയടാ മതി, ഇപ്പോൾ നിങ്ങൾക്കാർക്കും നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ ചതിക്കപ്പെട്ടു. സബ് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് ഞാൻ അവർക്ക് കൊടുക്കണം, അത് ഞാൻ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും കൊടുത്തോളാമെന്ന് പറഞ്ഞു ശ്രുതി. അപ്പോൾ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എഴുന്നേറ്റപ്പോൾ ഇരിക്കടി അവിടെ എന്ന് പറഞ്ഞു രവിയേട്ടൻ. ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് സ്ട്രെയിൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എന്ന് ശ്രുതിയോട് പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ അവസ്ഥ ആർക്കും മനസ്സിലാവില്ല, ആകെ തകർന്ന് നിൽക്കുക നമ്മൾ, അപ്പോഴും ഓരോന്ന് പറയും നമ്മൾ ഹേർട്ട് ചെയ്ത് സന്തോഷിക്കുക ഇവരെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം ശ്രുതിയോട് ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടപ്പോൾ അങ്ങനെ സന്തോഷിക്കുന്ന ഒരാളല്ല സച്ചേട്ടൻ. ആ വീടിന് മുന്നിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ ഓണറെ കുറിച്ച് സച്ചേട്ടൻ പറഞ്ഞതാ. അപ്പം ചെന്ന് അദ്ദേഹത്തെ പിടിച്ചായിരുന്നെങ്കിലേ ആ കാശ് നഷ്ടപ്പെട്ടു പോകുമായിരുന്നോ എന്ന് രേവതി ചോദിച്ചു. അന്നേരം ശ്രുതിയുടെ വായ അടഞ്ഞു. പക്ഷേ സച്ചേട്ടൻ പറഞ്ഞത് ആരും കേട്ടില്ല. നിങ്ങളെന്താ പറഞ്ഞത്? സച്ചേട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്തുമല്ലേ ചെയ്തതെന്ന് രേവതി അന്നേരം ചോദിച്ചു. അതിനൊന്നും ആർക്കും മറുപടിയില്ല, ഒരക്ഷരം പോലും പറയാനുമില്ല. അതുമാത്രമല്ല, ക്ഷേത്രത്തിൽ വെച്ച് അഡ്വാൻസ് കൊടുത്തപ്പോൾ ശകുനം ശരിയല്ല, ഇപ്പോൾ കൊടുക്കണ്ടെന്ന് രേവതി പറഞ്ഞാലേ എന്ന് ചോദിച്ചു. അത് നിങ്ങൾ രണ്ടുപേരും കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു. രണ്ടെണ്ണങ്ങളും കൂടെ ഇങ്ങനെ ഇരിക്കുക. ശ്രുതിയുടെ മുഖത്ത് അപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇങ്ങനെ മോന്തയും വലിഞ്ഞു കയറിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താട്ടോ. എല്ലാവർക്കും ടാറ്റാ.